അല്പസമയം മുൻപ് കൊച്ചിയിൽ നിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. INS വിക്രാന്തിന്റെ ലൊക്കേഷൻ അത് ശേഖരിക്കാൻ ഒരാൾ ശ്രമിച്ചു. അയാൾക്കെതിരെ ഇപ്പോൾ എറണാകുളം ഹാർബർ പോലീസ് കേസെടുത്തു എന്നാണ് വാർത്ത. നേവൽ ബേസ് ആസ്ഥാനത്ത്, കൊച്ചി നേവൽ ബേസ് ആസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന പേരിലാണ് ആ കോൾ എത്തിയത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാഘവൻ എന്ന പേരിലാണ് ആ കോൾ എത്തിയത്. നേവിയുടെ പരാതിയിലാണ് ഇപ്പോൾ ആ കേസ് എടുത്തിരിക്കുന്നത്. അങ്ങനെ INS വിക്രാന്തിന്റെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് അത് ചോദിച്ചുകൊണ്ടൊക്കെയാണ് ആ കോൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിപ്പോൾ ഒരു കേസായി മാറി. നേവിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നുമുണ്ട്. നമുക്കൊന്ന് വിനീത ബീച്ചിലേക്ക് പോകണം. അവിടെ അമൃത്സറിൽ നിന്നും വിനീത ചേരുകയാണ്. വിനീത, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി തന്നെയാണ് അവിടെ അമൃത്സറിൽ ബ്ലാക്ക് ഔട്ടാണ്. എല്ലാ ഇടങ്ങളിലേക്കും അത്തരത്തിൽ അതിർത്തി ഗ്രാമങ്ങളിലേക്കെല്ലാം തന്നെ ബ്ലാക്ക് ഔട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ ഡ്രോണുകൾ അവിടെ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വരുന്ന സാഹചര്യം അത് കൃത്യമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ഒപ്പം സേനാ വിഭാഗങ്ങൾക്ക് നൽകിയ അറിയിപ്പ് കൃത്യമായി തിരിച്ചടിക്കുക, സാഹചര്യം നോക്കി സാഹചര്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി തിരിച്ചടിക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ബൽറാം ഉൾപ്പെടെ അവിടെ ശ്രീനഗറിൽ നിന്ന് പറഞ്ഞത് അവർക്ക് കാണാം ഈ ഡ്രോണുകൾ വരുന്നതും അത് നിർവീര്യമാക്കുന്നതും ആകാശത്ത് കാണാൻ കഴിയുന്നുണ്ട് എന്ന് ബൽറാം അവിടെ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അമൃത്സറിലെ സ്ഥിതി എന്താണ്? പ്രജൻ, അമൃത്സറിൽ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് തന്നെയാണുള്ളത്. എല്ലാ മേഖലകളിലും കടകളടയ്ക്കാൻ പോലീസ് എത്തി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾ വീടുകളിൽ തന്നെയാണ് തുടരുന്നത്. ആരും പുറത്തേക്ക് ഇറങ്ങരുതെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഉള്ള മേഖലയ്ക്ക് പുറത്തൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസ് വാഹനങ്ങൾ എല്ലാ ഭാഗങ്ങളിലേക്കും, റോഡുകൾ കേന്ദ്രീകരിച്ച് എല്ലാ ഭാഗങ്ങളിലേക്കും പോലീസിന്റെ വാഹനങ്ങൾ എത്തുന്നുണ്ട്. എല്ലാവരോടും അകത്തേക്ക് കയറി നിൽക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയാണ്. ചിലർ ഈ ബ്ലാക്ക് ഔട്ട് പശ്ചാത്തലത്തിലും പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട്. ഇവർക്കും സമാനമായിട്ടുള്ള നിർദ്ദേശം നൽകുകയാണ്. നിങ്ങൾ വീടുകളിൽ സുരക്ഷിതമായി ഇരിക്കൂ എന്നൊരു നിർദ്ദേശമാണ് നൽകുന്നത്. ഒപ്പം തന്നെ രാത്രിയോട് കൂടി കടകളൊക്കെ പോലീസ് എത്തി അടപ്പിക്കുകയും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ അമൃത്സറിൽ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ജനജീവിതം പൂർണ്ണമായും ഒരു സാധാരണ നിലയിലേക്ക് വന്നതിനെ തുടർന്ന് ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ പെട്ടെന്നാണ് ഒരു 10-12 ഡ്രോണുകൾ അമൃത്സർ കേന്ദ്രീകരിച്ച ആ മേഖലയിലേക്ക് എത്തുന്നു എന്നൊരു വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നത്. അതിശക്തമായി തന്നെ സൈന്യം ഇതിനെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അമൃത്സറിന് പിന്നാലെ തന്നെ ഗുരുദാസ്പൂരിലും സമാനമായിട്ടുള്ള ഒരു ഡ്രോൺ കണ്ടെത്തിയതായിട്ട്, ഒരു ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതായിട്ട് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആ മേഖലകൾ കേന്ദ്രീകരിച്ചും വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതിരോധം സൈന്യം തീർക്കുകയാണ് ഈ ഘട്ടത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൂടാതെ തന്നെ പത്താൻകോട്ടിലും ഫിറോസ്പൂരിലും ജലന്ധറിലും അടക്കം സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടിലേക്ക് സംസ്ഥാനം പോയിരിക്കുകയാണ്. സ്ഥിതിഗതികളൊക്കെ തന്നെ വളരെ വ്യക്തമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിർത്തി ഗ്രാമങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മേഖലകളിലുള്ള ആളുകൾക്കാണ് വലിയ ആശങ്കയുള്ളത്. കാരണം പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന 6 ജില്ലകളാണുള്ളത്. ആ ജില്ലകളിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുമുണ്ട്. ഒപ്പം ഈ കർഷകരൊക്കെ താമസിക്കുന്ന മേഖലകളാണ്. ആ മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടരെ ഉണ്ടാകുന്ന ആക്രമണത്തിൽ അവർക്ക് വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ വെടിനിർത്തലുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ ഒരു ആശ്വാസത്തിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ആ മേഖലകളിൽ വീണ്ടും തുടരെ ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ വലിയ ആശങ്ക തന്നെയാണ് ആ മേഖലയിലെ ജനങ്ങൾക്കൊക്കെ തന്നെ നൽകുന്നത്. പ്രജൻ, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത് അമൃത്സറിൽ നിന്നും. അവിടെ ഇപ്പോഴും ആ ബ്ലാക്ക് ഔട്ട് തുടരുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ ജനങ്ങളോട് എന്ത് പറയുന്നു എന്നുള്ളതാണ്. അവിടെ നേരത്തെ അറിയിപ്പ് ലഭിച്ചത് പ്രകാരം അവിടുത്തെ 11 മണിക്ക്, അതായത് ഇവിടെ 11:30-ക്ക് അവിടെ പ്രസംഗം ആരംഭിച്ചിട്ടുണ്ടാകണം. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. അതിലേക്കൊക്കെ എത്താം. ഒരു ചെറിയ ഇടവേള കഴിയും.